നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി ആ ഒരു സ്യമന്തകമണി ഭഗവാന് കൊടുക്കാഞ്ഞതിന് ശേഷമുണ്ടായിട്ടുള്ള പല അഹിതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അദത്തം തം തുഭ്യം മണിവരം അനേന അല്പമനസ. മണിവരം അനേന അല്പമനസ പ്രസേനഃ തത് ഭ്രാത. പ്രസേനസ്തത് ഭ്രാത ഗളഭുവി വഹൻ പ്രാപ മൃഗയാം. അഹൻ ഏനം സിംഹഃ മണിമഹസി മാംസഭ്രമവശാത്. കപീന്ദ്രഃ തം ഹത്വാ മണിം അപി ച ബാലായ ദദിവാൻ. മണിമപി ച ബാലായ ദദിവാൻ. ഇവിടെ ഭഗവാൻ ചോദിച്ചു കൊടുക്കാഞ്ഞതിന് ശേഷം വളരെ വലിയ ആപത്താണ് സംഭവിച്ചത്. അതെന്തൊക്കെയാണെന്ന് പറയാണ്. അല്പമനസ അല്പബുദ്ധിയായിട്ടുള്ള അനേന ആ സത്രാജിത്തിനാൽ തുഭ്യം ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് അദത്തം നൽകാതിരുന്ന തം മണിവരം ആ രത്നത്തെ ശ്രേഷ്ഠമായ രത്നത്തെ ഗളഭൂവി വഹൻ കഴുത്തിലണിഞ്ഞിട്ട് തത് ഭ്രാത ആ സത്രാജിത്തിന്റെ അനുജനായിട്ടുള്ള പ്രസേനഹ പ്രസേനൻ മൃഗയാം പ്രാപ നായാട്ടിന് പോയി. എന്നാൽ ഇവിടെ വച്ച് ഒരു വലിയൊരു ആപത്ത് സംഭവിക്കുകയാണ്. ഒരു സിംഹം സിംഹഃ മണിമഹസി ആ മണിയുടെ തേജസ് കണ്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു തിളക്കമൊക്കെ ദൂരെ നിന്ന് കണ്ടപ്പോൾ മാംസഭ്രമവശാത് ആ സിംഹത്തിന് തോന്നിയത് ഇതൊരു മാംസ കഷണമാണ്, അത് ആ വെയില് തട്ടി ഇങ്ങനെ തിളങ്ങുന്നതാണെന്നൊരു തോന്നൽ അത് സിംഹത്തിന് ഉണ്ടായി. അങ്ങനെ അത് മാംസമാണെന്ന് ഭ്രമിച്ചിട്ട് ഏനം ഈ പ്രസേനനെ അഹൻ കൊന്നുകളഞ്ഞു. ആ പ്രസേനനെ മാത്രമല്ല ആ കുതിരയെയും കൊന്നുകളഞ്ഞു. പ്രസേനൻ പോയ കുതിരയെയും കൊന്നുകളഞ്ഞു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും ഒരു ആപത്ത് സംഭവിക്കുകയാണ്. അഭിച എന്നാൽ ഈ സിംഹം ഈ മണിയും എടുത്തിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ കപീന്ദ്രഹ ജാംബവാൻ കപിശ്രേഷ്ഠനായിട്ടുള്ള ജാംബവാൻ തം ഹത്വ ആ സിംഹത്തെ കൊന്നു. അങ്ങനെ ആ സിംഹത്തെ കൊന്നിട്ട് ആ മണി എടുത്തിട്ട് ബാലായ തന്റെ കുഞ്ഞിന് ദദിവാൻ കളിക്കാനായിട്ട് കൊടുത്തു. അപ്പൊ ഒരു വിലപിടിപ്പുള്ളൊരു വസ്തു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് നമുക്കത് ആപത്തായി തീരുന്നത് എന്ന് പറയണം. അപ്പൊ ഇവിടെ ഭഗവാൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ സത്രാജിത്തിനോട് അത് വളരെ സുരക്ഷിതമായിട്ട്, കാരണം രാജകൊട്ടാരം എപ്പോഴും ഭടന്മാരുടെ ഒരു വലയത്തിലാണ്, അതുകൊണ്ട് അവിടെ സുരക്ഷിതമായിരിക്കും. അത് സത്രാജിത്തിന്റെ കയ്യിലിരുന്നാൽ അത് സത്രാജിത്തിന് തന്നെ ആപത്തായിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ഭഗവാൻ ഇത് കൊട്ടാരത്തിൽ ഏൽപ്പിക്കാൻ പറഞ്ഞ് താൻ യാചിച്ചത്.
എനിക്ക് തരൂ, ഞാനത് കൊട്ടാരത്തിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കൊട്ടാരത്തിൽ കൊടുക്കൂ എന്ന് പറഞ്ഞത്. എന്നാൽ അല്പബുദ്ധിയായിട്ടുള്ള ഭഗവാൻ എന്തോ ഇതിൽ കൊതിയുണ്ട്, അതുകൊണ്ടാണ് എന്നോട് ഇത് ചോദിക്കുന്നത് എന്ന് ഭഗവാന്റെ മഹത്വം അറിയാത്ത ആ അല്പബുദ്ധിയായിട്ടുള്ള സത്രാജിത്ത് ഭഗവാന് കൊടുത്തില്ല. എന്നാൽ ഈ സൂര്യഭഗവാൻ സത്രാജിത്തിനാണ് കൊടുത്തത്. അത് മറ്റൊരാൾ ഉപയോഗിക്കരുത് എന്ന ഒരു കാര്യം സത്രാജിത്ത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്റെ അനുജനായിട്ടുള്ള ആ പ്രസേനന് ഒരാഗ്രഹം തോന്നിയിട്ട് ഇതെടുത്ത് അണിയാൻ അനുവാദം കൊടുത്തു. പ്രസേനനാകട്ടെ ഇത് എടുത്തണിഞ്ഞ് മൃഗവിനോദത്തിന് കാട്ടിലേക്ക് പോയി. അവിടെ വെച്ചൊരു സിംഹം ഇത് കണ്ടിട്ട് ദൂരെ നിന്ന് കണ്ടപ്പോൾ എന്തോ ഒരു തെറ്റിദ്ധാരണ, ആ കഴുത്തിൽ അങ്ങനെ തിളങ്ങുന്ന കണ്ടപ്പോൾ ഒരു മാംസക്കഷണമാണെന്നോ എന്തോ ഒന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഓടി വന്ന് ഈ പ്രസേനന്റെ മുകളിലേക്ക് ചാടി വീണ് പ്രസേനനെയും കൊന്നു, ആ കുതിരയെയും കൊന്നു. അങ്ങനെ ഈ മണിയും എടുത്ത് സിംഹം പോകുന്ന വഴിക്ക് കപിശ്രേഷ്ഠനായിട്ടുള്ള ജാംബവാൻ ഇത് കണ്ടു. അങ്ങനെ ജാംബവാൻ ആ സിംഹത്തിനെ കൊന്നിട്ട് ഈ ഒരു മണിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന്റെ വിലയറിയാത്ത ജാംബവാൻ തന്റെ മകന് ഒരു കളിപ്പാട്ടമായിട്ട് അത് കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്ലോകം 2. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹാത്മാക്കളെയും ഗുരുജനങ്ങളെയും പൂർവികരെ ഓർക്കുന്നു. ഭട്ടപാദരെയും വ്യാസഭഗവാനെയും ഓർക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. നല്ല നല്ല സന്ദേശങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് ഭാഗവതവും നാരായണിയൊക്കെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദശകം 80 രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ധനം വിനിയോഗിക്കണം എന്നുള്ളതായ തത്വത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഭഗവാന്റെ പ്രവൃത്തി. ആ സമന്തകം മണി രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ധനികന്മാരുടെ മനസ്സിലെ എല്ലാവരിലും അത്ര ഒരു ചിന്ത ഉണ്ടാവാറില്ല. അതുകൊണ്ട് പണത്തിൻ്റെ പിന്നാലെ പോയി ദുരിതമനുഭവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഈ 2-ാം ശ്ലോകത്തിൽ പറയുകയാണ്, സത്കർമ്മത്തിന് വേണ്ടി സതുദ്ദേശത്തോടു കൂടി ഭഗവാൻ ചോദിച്ചിട്ട് കൊടുക്കാത്തതായ ആ സമന്തകം മണി സത്രായത്തിൻ്റെ അനുജനായിരിക്കുന്ന പ്രസേനനൊരു മോഹം, നായാട്ടിന് പോകണമെന്നും അതുപോലെ ആ നായാട്ടിന് പോണ സമയത്ത് ഒരു അലങ്കാര വസ്തു പോലെ ഈ ദിവ്യമണി തൻ്റെ കണ്ഠത്തിൽ ഇടണമെന്നും വിചാരിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ് നായാട്ടിനെ പറ്റി പറഞ്ഞാൽ. സ്ത്രീയോ അക്ഷോ മൃഗയാ പാനം, ഇതൊക്കെ പഞ്ചപാപങ്ങളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ക്ഷത്രിയർക്ക് മാത്രമേ, ഭരണാധികാരികൾ ആയിരിക്കുന്ന ക്ഷത്രിയർക്ക് മാത്രമാണ് നായാട്ട് അനുവദിച്ചിട്ടുള്ളത്. അവരുടെ ആ യുദ്ധ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ മൃഗങ്ങളെ കൊല്ലേണ്ടത് നന്നല്ല എന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു പാപം ചെയ്യാൻ പോവുകയാണ്. അതും അതിശ്രേഷ്ഠമായ സൂര്യനിൽ നിന്ന് കിട്ടിയതായ മണി അല്ല അലങ്കാര വസ്തു പോലെ. ഇപ്പോൾ സാലഗ്രാമം, ശിവലിംഗം, ഇതൊക്കെ അലങ്കാര വസ്തുവായിട്ട് കഴുത്തിലിടാൻ പറ്റില്ല. അത് പൂജിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ അത് കഴുത്തിലിട്ടുകൊണ്ടാണ് നായാട്ടിന് പോണത്. അത് തന്നെ ഒരു ദുശ്ശകുനാണ്, അശുഭമാണ്. അങ്ങനെ കുതിരപ്പുറത്തൊക്കെ കയറി നായാട്ടിന് പോയി. അവിടെ ചെന്ന് നായാട്ടിൻ്റെ ഇടയ്ക്ക് ഈ മണി നല്ല ചുവപ്പ് പ്രകാശമുള്ളതാണ്. ഇവിടെ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് ഭട്ടതിരിപ്പാട്, അല്പമനസ്സ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതായത് ബുദ്ധി ഉറയ്ക്കാത്ത, വിവേകമില്ലാത്തതായ മാനസികാവസ്ഥ ആർക്ക്?
സത്രാജിത്തിന്. തൻ്റെ മണി അനുജനോടുള്ളതായ പ്രിയത്വം കൊണ്ടാണോ എന്നറിയില്ല, അത് ഭയം കൊണ്ടാണോ എന്നറിയില്ല കൊടുത്തത്. നമ്മളെപ്പോഴും ചിന്തിക്കണം, ഓരോ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന വരും വരായികൾ ഓർക്കണം. അങ്ങനെ ആ മണിയൊക്കെ കഴുത്തിട്ട് പോണ സമയത്ത് അതിൻ്റെ ആ ചുവന്ന പ്രകാശം കണ്ടപ്പോൾ ആ വനത്തിലുള്ളതായ ആ കാട്ടിലുള്ളതായ ഒരു സിംഹം വിചാരിച്ചു നല്ല മാംസ കഷ്ണമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ പ്രസേനൻ്റെ മേലേക്ക് ചാടി വീണ് പ്രസേനനെ വധിച്ച് ആ മണി എടുത്തുകൊണ്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ പണത്തിൻ്റെ പിന്നാലെ പോയ, ഭ്രമത്തിൻ്റെ പിന്നാലെ പോയ ഒരാളുടെ നാശം നമ്മൾ കാണുകയാണ് ഇവിടെ. അതിന് പ്രസേനെ വധിച്ച് ആ സിംഹം പോണ സമയത്ത് രാമാവതാരത്തിൽ ജാമ്പവാൻ ഒരിക്കൽ ശ്രീരാമനോട് പറഞ്ഞു അത്രേ, എനിക്ക് മതിവരോളം ഒരാളോട് ബാഹുയുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അത്രേ. അപ്പം അന്ന് അത് അവിടുത്തോടാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഈ അവതാരത്തിൽ സ്പോർട്സ് ഒന്നുമില്ല, ഇനി അടുത്ത അവതാരത്തിൽ മുഴുവൻ സ്പോർട്സാണ് താനും. അതുകൊണ്ട് ജാമ്പവാൻ്റെ ഈ മോഹം ഞാൻ അടുത്തെൻ്റെ അവതാരത്തിൽ സാധിപ്പിച്ചു തരാം. ഞാൻ അന്ന് ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്ത് താമസം ഉണ്ടാവും, ആ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും വന്ന് താമസിച്ചോളൂ, ഞാൻ വന്ന് കണ്ടോളാം, എന്നിട്ട് ഈ ആഗ്രഹമൊക്കെ സാധിപ്പിക്കാം, നമുക്കതൊരു നല്ല സംഗമമാക്കി തീർക്കാം, നല്ല സമാഗമമാക്കി തീർക്കാം എന്നൊക്കെ പറഞ്ഞ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതായ അവസ്ഥയിൽ ജാമ്പവാൻ ആ ഭാഗത്തൊരു ദിക്കിൽ ഒരു ഗുഹയിൽ താമസിക്കുന്നുണ്ട്. ആ ഗുഹ എന്നാലൊരു ദിവസം ഞാൻ കാണിച്ചു കൊടുക്കുകയുണ്ടായി, അതിനെപ്പറ്റി വിവരണം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയതായ ജാമ്പവാൻ നടന്നു പോണ സമയത്ത് നല്ല തിളക്കമുള്ളതായ ശ്രേഷ്ഠമായി തോന്നുന്ന ഒരു രത്നം പോലിരിക്കുന്ന സാധനം സിംഹത്തിൻ്റെ വായി കണ്ടപ്പോൾ അതിനെ കൊന്ന് ആ മണി എടുത്തുകൊണ്ട് പോവുകയാണ്. ആ മണി കൊണ്ടുപോയി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, തൻ്റെ ഗുഹയെ കൊണ്ടുപോയി കുറേ കുട്ടിക്കുരങ്ങിമാരുണ്ട് അവിടെ, കളിക്കാൻ സമ്മാനങ്ങളൊന്നും ഇല്ലാത്ത പോലെ ആണെന്ന് തോന്നുന്നു. ഏതായാലും അതിലൊരെണ്ണത്തിന് ഈ മണി കളിക്കാൻ കൊടുത്തു. അതിൻ്റെ വില അറിയില്ല അല്ലേ? പലപ്പോഴും നമുക്ക് പലതിൻ്റെയും വില അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പല നഷ്ടകഷ്ടങ്ങളും ഉണ്ടാകുന്നത് വാസ്തവത്തിൽ. പക്ഷേ ഇതൊരു നിമിത്തമായി തീരാൻ പോവുകയാണ് ഇവിടെ ഭഗവാനെ കാണാനായിട്ട്. അങ്ങനെ ആ മണി ഒരു ബാലായ ദതിവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കുട്ടിക്കുരങ്ങെന്ന് തന്നെ പറയാം, കൊടുത്തു. ആലോചിച്ച് നോക്കൂ, സൂര്യനിൽ നിന്ന് കിട്ടിയതായ ശ്രേഷ്ഠമായ മണി ഇപ്പം അതൊരു കുട്ടിക്കുരങ്ങൻ്റെ കയ്യിൽ കളിക്കാൻ പറ്റിയൊരു കളിപ്പാട്ടമായി മാറുകയാണ്. ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെ നമ്മൾ വിശകലനം ചെയ്താൽ ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമാകുന്ന ജന്മമാണ് മനുഷ്യജന്മം. അത് നേടിയെടുക്കാതെ കണ്ട് ഭൗതിക തലത്തിലുള്ളതായ ഭ്രമങ്ങളിൽപ്പെട്ട് ജന്മം പാഴാക്കിയിട്ട് കുട്ടികളുടെ മനസ്സുമായിട്ട് കേളികളാടിക്കൊണ്ട് ഭൗതിക ലീലകളിൽ പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടി ഇവിടെയുണ്ട്. വാസ്തവത്തിൽ ജീവിതം ധന്യമാണ്, മനുഷ്യജന്മം പ്രത്യേകിച്ച്. നരജന്മം ദുർലഭമാണ്. അപ്പം അതിനെ ശ്രേഷ്ഠമായ വഴിക്ക് തിരിച്ചു വിട്ടുകൊണ്ട് നമുക്ക് ആത്മീയമായൊരു ഉന്നതിയും ഈശ്വര സാക്ഷാത്കാരം നേടേണ്ടതല്ലേ എന്നുള്ളതായ ചിന്തയെങ്കിലും ഇടയ്ക്കുണ്ടാവേണ്ടതാണ്. അതില്ലാത്തത് നിർഭാഗ്യം. ഏതായാലും മണി ഇപ്പോൾ ജാമ്പവാൻ്റെ ഗുഹയിലെ കുട്ടിക്കുരങ്ങൻ്റെ കയ്യിലായി. ഇനി ആണ് ലോകത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നതാണ് അതൊക്കെ. അത് നമുക്ക് കാണാം. ശ്രദ്ധിച്ചോളൂ, ഭൗതിക ഭ്രമങ്ങളല്ല വേണ്ടത്. ഭൗതിക ജീവിതം ധന്യമാക്കണം, നന്നാക്കിയെടുക്കണം. പക്ഷെ അതിൻ്റേതായ നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ധർമ്മപ്രവൃത്തികളും നമുക്കുണ്ടാവണം. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഭാഗവതവും നാരായണിയും വെറുതെ കഥ പറയല്ല, നമുക്കൊരു കഥയുണ്ടാക്കി തരികയാണ്. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരിശരണം.